ഇന്ന് നമ്മളുള്ളത് ഭക്ഷണത്തോടൊപ്പം ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു നാച്ചുറൽ റെസ്റ്റോറൻറ്റിലാണ്. സർ, പേരെന്താണ് സർ സാറിൻ്റെ? ഗംഗാധരൻ, കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോൾ 16 വർഷമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. എത്ര വർഷമായി ഇങ്ങനെ ഒരു കഫേ തുടങ്ങിയിട്ട്? കഫേ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. പക്ഷേ 10 തുടങ്ങിയിട്ട് 26 വർഷമായി. ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ആശയമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ കിച്ചൺ ഇല്ലാതെ ഫാർമസി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കൺസെപ്റ്റ് വന്നത്? ഫാർമസിയിൽ എന്താ ഉണ്ടാക്കുക? മരുന്നിൽ ഉണ്ടാക്കുക. ഇവിടെ ഭക്ഷണം മരുന്നായിട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരു ഹോട്ടലുകളിലും വീടിലും ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ചുവന്ന മുളക്, മസാലപ്പൊടികൾ, കായം, പുളി, പരിപ്പ്, വറുത്തരയ്ക്കുക, കടുക് പൊട്ടിക്കുക, അച്ചാർ, പപ്പടം, എണ്ണപ്പലഹാരങ്ങൾ, ഫ്രിഡ്ജ്, ഫ്രീസർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഇവിടെ ഭക്ഷണം മരുന്നായിട്ട് കൊടുക്കുന്നത്. ഏത് അസുഖമുള്ള ആൾക്കാർക്കും ഈ ഭക്ഷണം കഴിക്കാം. അതതിൻ്റെ പ്രത്യേകത. തികച്ചും നാച്ചുറലായിട്ടാണ്. അപ്പം ഒരുപോലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടായിരിക്കണം പല പല റെസിപ്പീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല പച്ചക്കറി വാങ്ങുന്നു. ഈ പച്ചക്കറി വാങ്ങിയിട്ട് എന്ത് കാര്യം? പച്ചക്കറി വാങ്ങി ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോൾ ഞാൻ നല്ല ചുരിദാർ തുണി തരുന്നു. നല്ല 100% ഒരു നാച്ചുറൽ ഈ ജൈവ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന പരുത്തി കൊണ്ടുണ്ടാക്കിയ തുണി. ഈ തുണി നിങ്ങൾ എന്താ ചെയ്യുക? നല്ല തയ്യക്കാൻ അളവെടുത്ത് തുന്നണം. നല്ല തയ്യക്കാൻ അല്ലെങ്കിലോ ആ തുണി വേസ്റ്റാണ് ഇല്ലേ? ഇവിടെ ലൂസ് ബട്ടണിടാൻ പറ്റുന്നില്ല, കൈക്ക് ഇറക്കം കുറവ്, നീളം കുറവ്. അപ്പോൾ എന്താ കുഴപ്പം? തയ്യക്കാരൻ ശരിയല്ല അല്ലേ? മോശം തുണി നല്ല തയ്യക്കാരൻ തുന്നിയേക്കാലോ ഇതിനേക്കാൾ വൃത്തിയുണ്ടാവും. അപ്പോൾ തുണിയുടെ എടുക്കുമോ തയ്യൽക്കാരനും എടുക്കുമോ? തയ്യക്കാരനും എടുക്കണം. അപ്പോൾ നല്ല പച്ചക്കറി വാങ്ങിയിട്ട് എന്താ കാര്യം? അത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പാചകം പഠിക്കണം അല്ലേ? ആരാ പഠിപ്പിക്കുന്നത്? ആർക്കാ പാചകം പഠിക്കുന്നത്? എവിടെ പാചകം പഠിക്കുന്ന സ്കൂളുള്ളത്? ഇപ്പോൾ ഫുഡ് ക്രാഫ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൂടുതൽ പഠിക്കുന്നു. അവിടെ പാചകം രുചികരമായുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതാണ്. ഒരു ഹെൽത്തിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നില്ല. അത് വേണ്ടേ? ഇപ്പോൾ ജൈവകൃഷി ചെയ്യുന്നു. പക്ഷേ ജൈവകൃഷി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തിന്നാൻ പഠിക്കുന്നില്ല. ഇപ്പോൾ മില്ലറ്റിൻ്റെ പുറകെ ആൾക്കാർ പോകുന്നു ഇല്ലേ? മില്ലറ്റ് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് അറിയില്ല. മില്ലറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. എന്താണ് ഒരു ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചിട്ട് മില്ലറ്റ് എന്താണ്? അപ്പോൾ അതറിയില്ല. നമ്മൾ നെറ്റിൽ കയറി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് ആ നിലയ്ക്കുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ശരിക്കും സ്കൂളുകളിൽ ഒരു പീരീഡ് ശരിക്കും ഇതിനെപ്പറ്റി ഭക്ഷണത്തെ പേര് വെക്കേണ്ടതാണ്.